ഹായ്! ഇന്നൊരു ഈവനിംഗ് വ്ലോഗാണ് കേട്ടോ. ഇപ്പോ ഒരു 2:30 ആയിട്ടുള്ളേ. ഞാൻ മോളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് വന്നതാണ്. കുട്ടികളെ വിളിക്കാൻ വന്ന പേരൻസിന്റെ തിരക്കാണ് കേട്ടോ അത്. രാവിലെ കുറച്ച് മടി പിടിച്ചൊക്കെ സ്കൂളിൽ പോയ ആളാണ് കേട്ടോ. തിരിച്ചു വന്നത് നല്ല സ്മാർട്ടായിട്ട് തന്നെയാ. പേരൻസിന്റെ അടുത്തേക്ക് കുട്ടികളെ ക്ലാസ് ബേസ് ആയിട്ടാണ് കൊണ്ടുവരിക. അപ്പോ മോള് ദൂരെ നിന്ന് തന്നെ നോക്കാൻ തുടങ്ങും. പേരൻസിന്റെ ഇടയിൽ ഞാനുണ്ടോന്ന്. എന്നെ കണ്ടു കഴിയുമ്പോൾ ഒരു ചിരിയുണ്ട്. നല്ല രസമാണത്. പിന്നെ ഇന്ന് ഈവനിങ് ശ്രീ കുറച്ച് നേരത്തെ എത്തിയായിരുന്നു കേട്ടോ. വന്നപ്പോ പ്രതീക്ഷിക്കാതെ ചിക്കനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പുള്ളിക്കാണെങ്കിൽ ഇന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു മൂഡാണ്. ചിക്കൻ ഒന്ന് വാഷ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തേ. ശ്രീ ആണെങ്കിൽ എല്ലാം ശ്രീയുടെ ഒരു റെസിപ്പിയിലാണ് ചെയ്യാറ്. അപ്പോ ഇന്നത്തെ ഹസ്ബൻഡ് സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും അത് രണ്ടും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. പിന്നെയുള്ളത് ഒരു പാനിലേക്ക് മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഇത്രയും ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ പാൻ ഒന്ന് ചൂടായിട്ട് നമ്മൾ പിന്നെ മസാലകളെല്ലാം ഇട്ട ശേഷം ഒന്ന് ഓഫ് ചെയ്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം വരും. അതുകൊണ്ട് അത് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്യാം. ഈ മസാല ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. മസാലയൊക്കെ ചിക്കനിൽ മിക്സ് ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഈ നോൺ വെജിലൊക്കെ ഒന്ന് എന്താ പറയാ ഇങ്ങനെ മിക്സ് ചെയ്യല്. അത് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും മിക്സ് ചെയ്യാനൊക്കെ മടിയാണ്. അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം. വാഷ് ചെയ്യുക, മിക്സ് ചെയ്യുക, ഇത് ഞാൻ തന്നെ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചല്ലോ. അതിനുശേഷം ഈ സമയത്ത് നമ്മൾ ഒരു തക്കാളി അല്ല, ഒരു 2-3 തക്കാളി ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് അതൊന്ന് വേവിക്കണേ. പിന്നെ നമ്മൾ പാൻ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായ ശേഷം ആദ്യം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത സബോള ഇതിലേക്ക് ഇടണം. സബോളയിൽ ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. പിന്നെ നമ്മൾ വഴറ്റിയെടുത്ത സബോളയിൽ നിന്ന് കുറച്ച് സബോളയൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്തൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതായത് നമ്മൾ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ആണല്ലോ വഴറ്റുന്നത്. അതൊന്ന് വഴറ്റി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സബോള അതിനകത്തുനിന്ന് ഒരു ഹാഫ് വേണ്ട, ഹാഫിലും കുറച്ച് സബോള നമ്മളൊന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ സബോള എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ തക്കാളി വേവിച്ചിരുന്നല്ലോ. ആ തക്കാളിയുടെ കൂടെ ഈ സബോളയും കൂടി ഇട്ട് ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ. പിന്നെ എന്താ, പാനിലുള്ള ബാക്കി സബോളയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഇതൊന്ന് മൂടി വെക്കേണ്ടത്. എന്നിട്ട് ചിക്കൻ എല്ലാം ഒന്ന് പാകത്തിന് വെന്ത ശേഷം അല്പം കുരുമുളക് പൊടിയും ഗരം മസാലയും പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും ഇട്ട് ഒരു 2-3 മിനിറ്റ്സ് കൂടി വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാവേ. ഇങ്ങനെ ഒന്ന് ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണേ. അപ്പോൾ ശ്രീ ഈ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്കുള്ള മീൽസിന്റെ ഒരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും മോർണിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈ വെജിറ്റബിൾസ് കൂടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ടൈം പോയില്ലേ. ഇതിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. നമുക്ക് പിന്നെ എടുത്തൊന്ന് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. ഒരു വീക്കിലേക്കോ അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സിലേക്കോ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെക്കും. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, തേങ്ങയും ചിരണ്ടി വെക്കും. എന്നിട്ട് ഇങ്ങനെ ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഈ അരിഞ്ഞു വെക്കുന്നത്, അത് നമുക്ക് അടുത്ത ദിവസം എടുക്കാനുള്ള വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവേ. അത് കഴിഞ്ഞ ശേഷം പിന്നേക്ക് എടുക്കാനുള്ളതൊക്കെ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്.
അതുപോലെ ഈ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടാണല്ലോ ഇരിക്കുക. അപ്പോൾ അതൊന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ടൊന്നും മാറ്റി വെക്കല്ല്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഒരു ചീത്തയായ പോലെ ഒരു അതിന്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ അങ്ങ് പോവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമ്മൾ സാധാ ഫ്രഷ് വെജിറ്റബിൾസ് എങ്ങനെയാണോ പാൻ ചൂടാക്കി അതിലേക്ക് ഇടില്ലേ, അതുപോലെ തന്നെ പാൻ ചൂടാക്കിയിട്ട് ഈ ഫ്രോസൺ വെജിറ്റബിൾസ് അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല ഫ്രഷ് വെജിറ്റബിൾസിൽ ചെയ്യുന്ന അതേ ടേസ്റ്റിൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല, കളർ വ്യത്യാസവും ഇല്ലാതെ നമുക്ക് അതേ ടേസ്റ്റിൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ജോലി എളുപ്പമാകും. രാവിലെയുള്ള തിരക്ക് കുറെ ഒന്ന് ഒഴിവാക്കാലോ. ദാ ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാ കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഓണത്തിന് അത്തപ്പൂക്കളം ഇടാനായിട്ട് പൂക്കൾ ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ? അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ വീണ്ടും കാണാം.